കറക്റ്റല്ലേ? ഹലോ, ശരിയാ? യു ആസ്ക് ദ ക്വസ്റ്റ്യൻ, ഐ വിൽ ആൻസർ. പേര് ഐ ആം ഇഷാഖ് ബംഗ്ല, ഫോർമർ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആൻഡ് ഫോർമർ സന്തോഷ് ട്രോഫി പ്ലെയർ. ഞാൻ ഏകദേശം 24 വർഷം കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയും പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. ഈ ഞാനിരിക്കുന്ന വീടിന് സമയത്തുള്ള ഇത് ബയ്യപ്പുറത്ത് ബംഗ്ല 267 വർഷം പഴക്കമുള്ളൊരു വീടാണിത്. ഇത് താവഴിയായിട്ടിങ്ങനെ ഞങ്ങളെ സമയത്തുള്ള ഇത് 6-ാമത്തെ തലമുറയാണ്. ഇവിടെ നിന്നാണ് പല ഇതിൻ്റെയും ആരംഭം, ക്രിക്കറ്റിൻ്റെയും ചന്ദ്രിക എന്ന പത്രത്തിൻ്റെയും അതുപോലെ തന്നെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു തറവാടാണിത്. ഇവിടെ തലശ്ശേരിയിൽ ഏത് കായിക വിനോദം വന്നാലും ഇവിടെ ഞങ്ങൾ ആതിഥ്യം മര്യാദ സ്വീകരിച്ച് അവരെ ഇവിടെ കൊണ്ടുവരാറും അവർക്ക് ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഈ കാണുന്ന ഗ്ലാസ്സുകളൊക്കെ ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ആൻറ്റിക്സ് എല്ലാം പണ്ടേ ഉള്ള ഈ ലാമ്പുകൾ അത് ഇതൊക്കെ തന്നെ പുരാതനമായി തന്നെ ഇവിടെ അത് ഇപ്പോൾ ഈ നിലയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇനി എത്ര കാലത്തോളം ഇത് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മളെ ഞങ്ങളുള്ള കാലത്തോളം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും എന്നായി വിശ്വസിക്കുന്നത്. ലൈബ്രറി നമ്മളെ അങ്കിളാണ്. അങ്കിള് എന്ന് വെച്ചാൽ നല്ല ഒരു ആർട്ടിസ്റ്റും സ്റ്റേഡിയത്തിൽ കാണുന്ന പള്ളിയുടെ ഡിസൈനൊക്കെ ചെയ്തത് അങ്കിളാണ്. ഈ പള്ളി ജുമാ മസ്ജിദ് എന്നാ പണ്ടേ പറയാനേ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അതിനെ ലോപിച്ചിട്ട് സ്റ്റേഡിയം അടുത്തുള്ളതുകൊണ്ട് സ്റ്റേഡിയം പള്ളി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയം പള്ളി എന്ന് പറയും. ഈ പള്ളിയിലാണ് വേണമെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈദ് പ്രയർ ഉണ്ടല്ലോ, അത് ഈ പള്ളീൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ സ്റ്റേജിങ്ങൊക്കെ അവിടെ കാണാം. ഇമാം അവിടെ നിന്ന് പ്രസംഗിക്കും, അവിടുന്ന് സ്റ്റേഡിയം നല്ലൊരാളുണ്ടാവും. ഇതിപ്പോൾ മേ ബി ഒരു 40 years ആയിട്ടുള്ളൂ ഈ സ്ട്രക്ചറിൽ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലായിരുന്നു, ഇത്ര വലുപ്പമില്ലായിരുന്നു. ഇതായിട്ട് ഒരു പഴയ സ്ട്രക്ചറായിരുന്നു, ഒരു സാരസൻ സ്റ്റൈല്. പുതുവാച്ചേരി മൂസ, ഈസ് നോൺ ആസ് ടാറ്റ മൂസ എന്ന് പറഞ്ഞിട്ട് മൂപ്പര്, പിന്നെ ഒരു റൈഷാൾ ബംഗ്ല മക്യാക്ക, ഈ പിന്നെ കാലിദാജി, ഇവരെല്ലാം കൂടിയിട്ടാണ് ഇത് പുതുക്കി പണിയത്. പിന്നെ ഇവിടെ ഇങ്ങൾക്ക് ഖബർസ്ഥാൻ കാണാം. അവിടെ ഇങ്ങൾക്ക് ഖബർ, അതിൽ നോക്കിയാൽ കാണാം ഖബർ അവിടെ ഇതായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറവും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പള്ളിയെ പറ്റി പ്രത്യേകത പറയാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വാണിയമ്പലത്ത് ബംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വീടാണ്. ഏറ്റവും അധികം പറയാമെന്ന് പറഞ്ഞാൽ ആ പള്ളി തന്നെയാണ്, അവരുടെ ആൾക്കാരാണ് ഈ പള്ളീനെ മെയിൻറ്റെയിൻ ചെയ്തതും ഉണ്ടാക്കിയല്ലോ. ആതിഥ്യ മര്യാദയിൽ തലശ്ശേരിയൊക്കെ വെച്ച് നോക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും ഈ തലശ്ശേരി ഭക്ഷണത്തെ പറ്റിയും വളരെയധികം താല്പര്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ്. നമ്മൾ പഴയകാല ഡെലിക്കസീസൊക്കെ പിന്നെ അത് മറന്നു പോകാണ്ടിരിക്കാനും ബാക്കി എല്ലാവർക്കും എത്തിക്കാനും വേണ്ടിയിട്ട് ആണ് ഇപ്പം അത് ചെയ്യുന്നത്. പണ്ടത്തെ റെസിപ്പീസൊന്നും ഇപ്പം ആരും പലരും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ പിന്നെ അതൊക്കെ ഇതായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്.
പണ്ടത്തെ അതേ ടേസ്റ്റിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട്. ഈ ക്രിക്കറ്റ് തലശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്ത് 1802 ക്രിക്കറ്റ് ബോൺ ഇൻ തലശ്ശേരി എന്നാണ് പറയുക. ഈ കണ്ണൂർ ജില്ലയിൽ ഏകദേശം 50-ഓളം ടീമുകൾ ലീഗ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും പുരാതന ക്രിക്കറ്റ് ഇവിടെ ആരംഭിച്ചത് ഈ തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. പണ്ട് തലശ്ശേരിയിലെ കുടുംബാംഗങ്ങളായിരുന്നു കൂടുതലും. അച്ചാറത്ത്, ബംഗള, പയാറമ്പത്ത്, മമ്പള്ളി, പിന്നെ എം എ ശിവറാം കുടുംബം, അങ്ങനെ പല കുടുംബങ്ങളായിരുന്നു അന്നാണ് ഈ ക്രിക്കറ്റിൻ്റെ കുത്തക. പിന്നീട് പല ചെറിയ ക്രിക്കറ്റ് ഒരു റോയൽ ഗെയിമാണ്. പിന്നെ അതുപോലെ പണ്ട് കാലങ്ങളിൽ ഈ ധോബീസ്, ഈ നമ്മുടെ പഴയ കിണറിൻ്റെ നിന്ന് വസ്ത്രം അലക്കുന്ന സമയത്ത് സായിപ്പന്മാർ ക്രിക്കറ്റ് കളിക്കും. ആ ബോൾ ഇവരുടെ അടുക്ക് വരികയും അത് അവരുടെ അടുത്ത് റിട്ടേൺ ആയിട്ട് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവരെ വിളിച്ചു. അങ്ങനെ കുറേ കായിക താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളും അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് തലശ്ശേരിയുടെ ക്രിക്കറ്റ് പാരമ്പര്യം. 200 വർഷം പഴക്കമുള്ള ഈ ക്രിക്കറ്റ് തലശ്ശേരി നമ്മൾ ലാസ്റ്റ് ബൈസെൻറ്ററി ആയിട്ട് നടത്തുകയും അങ്ങനെ ശ്രീലങ്കൻ ടീമും ഇന്ത്യൻ ടീമുമായിട്ടുള്ള മത്സരം ഇവിടെ നടത്തുകയുണ്ടായി. തലശ്ശേരിയിലാണ് ഏറ്റവും അധികം രഞ്ജി ട്രോഫി മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും അധികം രഞ്ജി ട്രോഫി താരങ്ങൾ ഉണ്ടായി. ഈ ഫാമിലിയിൽ നിന്ന് തന്നെ 2 രഞ്ജി താരങ്ങളുണ്ട്, നിസാറും അതുപോലെ റയീസും. അതുപോലെ ഫാദറൊക്കെ ക്രിക്കറ്റിലും ടെന്നീസിലും എല്ലാം ഫുട്ബോളിലും എല്ലാം തന്നെ ഓൾറൗണ്ടേഴ്സായിരുന്നു. എൻ്റെ പേര് നിസാർ എന്നാണ്. ഞാൻ ഈ ബംഗ്ലത്തറവാട്ടിൽ ജനിച്ച ഒരാളാണ്. അതായത് ബംഗ്ലത്തറവാട്ടിലെ ഓരോ മെമ്പർമാരും ഏതെങ്കിലും ഒരു കളിയിൽ പ്രാവീണ്യം നേടിയവരാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റും ഫുട്ബോളും ഒരേപോലെ കളിച്ച ഒരാളാണ്. ഞാൻ ക്രിക്കറ്റ് രഞ്ജി ട്രോഫി പ്ലെയറും സ്റ്റേറ്റ് ഫുട്ബോൾ സീനിയർ സ്റ്റേറ്റ് ലെവലിലും കളിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും ഗ്ലാമർ ടീമുകളൊന്നായ 60, 70കളിൽ 80കളിലും പ്രീമിയർ ടയേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്ലാമർ ടീംസ്, അതിൽ കളിച്ച പ്രീമിയർ ടയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്ലാമർ ടീമിൽ കളിച്ച ഒരാളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓൾറൗണ്ടേഴ്സിനെ സൃഷ്ടിച്ച സ്റ്റേഡിയമാണിത്. ഈ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പള്ളി കാണുന്നു. നമുക്കൊരു ആ പള്ളി കാണുമ്പോൾ ഭയഭക്തി തോന്നുന്നു. അത് കഴിഞ്ഞ് നേരെ കടലിൻ്റെ ഇരമ്പം കേൾക്കുന്നു. സാധാരണ എല്ലാവരും വൈകുന്നേരമൊക്കെ കടൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കടലിൽ തിരമാലകൾ കാണാനും ഇതൊക്കെ അത് കാണുന്നു. അത് കഴിഞ്ഞ് ഈ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണുന്നു. നമ്മളെ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തേക്ക് നമ്മളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നു. ഈ ചുറ്റും കാണുന്ന യൗവനം കാത്തു സൂക്ഷിക്കുന്ന 100 വർഷവും 150 വർഷവും പഴക്കമുള്ള മരം മുത്തശ്ശിമാർ, ഇതിൻ്റെ ഒരു പച്ചപ്പ് അതും നമ്മൾ അപ്പം ഈ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോഴുള്ള ഒരു വൈബ്, അതായത് ഈ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോഴുള്ള ഒരു പോസിറ്റീവ് എനർജി വേറെ ലോകത്തെ ഒരു സ്റ്റേഡിയത്തിലും കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇപ്പോഴും നമ്മുടെ ബംഗ്ലയുടെ അതായത് ആർക്കിടെക്ചറൽ ഇത് പല ആൾക്കാരും വന്ന് കാണാറുണ്ട്, അതൊക്കെ ഒപ്പിയെടുക്കാറുണ്ട്. ഇപ്പോഴും 265 കൊല്ലമായിട്ടും അതിന് യാതൊരു കേടുപാടുകളും ഇതുവരെ തട്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഈ കുടുംബം മുൻപന്തിലാണ്. മുമ്പ് ഫാദറൊക്കെ ഉള്ള സമയത്ത് ശബരിമലക്ക് നടന്നു പോകുന്ന അവസരത്തിൽ അവരിവിടെ വരികയും ഇവിടെ റെസ്റ്റ് എടുക്കുകയും ഇവിടുന്ന് ഭക്ഷണം പാകം ചെയ്ത് ഇവിടുന്ന് കാൽനടയിൽ തന്നെ ശബരിമലയ്ക്ക് പോവുക അവസരം കൂടിയുണ്ട്. ഇപ്പം കാൽനടയായിട്ട് പോകുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് തലശ്ശേരി ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം.